കൊടുക്കുന്ന ഒരു അനുഭവം കാണാനിടയായി. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടണമെന്ന് കൊതിയോടെ പ്രാർത്ഥിച്ചാൽ സ്വർഗം അതിന്മേൽ പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇതുവരെ ഇരുന്ന പോലെയല്ല, അല്പ ചില നിമിഷങ്ങൾ മുമ്പിലുള്ളൂ. വളരെ ശക്തമായിട്ട് നിന്നാൽ ദൈവപ്രവൃത്തി കാണാനിടയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുമ്പോൾ, ആരാധനയെ പറ്റി ചിന്തിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാനിടയായി, വലിയ വെള്ളപ്പൊക്കം വന്നു, എല്ലാം നശിച്ചു. അവസാനം നോഹയപ്പച്ചൻ ചെയ്തത്, ആദ്യം ചെയ്തത് യാഗപീഠമുണ്ടാക്കി ഹോമയാഗം അർപ്പിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗം അതിൽ മണത്തൊറിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ വായിക്കാൻ വേണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് വായിച്ച്, ഞാനൊരു വിഷയമല്ലെങ്കിലും അത് നിങ്ങളെ ഒന്ന് ബോധ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ട വെളിപ്പാടായതുകൊണ്ട് സ്തോത്രം. ആദ്യാഗമം 8:21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോൾ സുഗന്ധ എന്തിന്റെ സുഗന്ധവാസന? താൻ ചെയ്ത സ്തുതി സ്തോത്രങ്ങൾ, അല്ലെങ്കിൽ ഈ യാഗത്തിൽ എന്റെ ദൈവം എന്ത് ചെയ്തു? സുഗന്ധം മണത്തറിഞ്ഞു എന്ന് പറഞ്ഞാൽ, സഹോദര സഹോദരി, കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ഉണ്ടെന്നാ പറഞ്ഞതിന്റെ സാരം. പ്രൈസ് ലോർഡ്. ഇതൊരു താളമടിയായിട്ട് ആരും കാണരുത്. ഇതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. 22-ാമത്തെ അതിന്റെ അവസാന വാക്യം മാത്രം വെച്ച് അത് മണത്തറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകമുള്ള കാലത്തോളം ഇനിയും എന്റെ ജനത്തെ കരയിപ്പിക്കത്തില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ പാടി സന്തോഷിക്കുന്ന, ആത്മശക്തിയിൽ ആരാധിക്കുന്ന ദൈവജനത്തെ കാണുമ്പോൾ സ്വർഗം അവരുടെ സ്തുതി സ്തോത്രങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അല്ല, ഒന്നുമില്ലാതെ എല്ലാം കണ്ടേച്ച് കേട്ടേച്ചു പോകാനാണെങ്കിൽ അവിടെ ഒരു പ്രവൃത്തിയും കാണത്തില്ല. അതുകൊണ്ട് നമുക്കിന്ന് പകൽ ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്പ ചില നിമിഷങ്ങൾ നമ്മൾ ദൈവവചനം ചിന്തിക്കുമ്പോൾ വളരെ ശാന്തമായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 4:12-13 വാക്യം വായിച്ചു. ദേവനുடைய വാർത്തയാനത് ജീവനും വല്ലമയും ഉള്ളതായും ഇരുപുറം കരുക്കുള്ള എന്ത് പട്ടയത്താലും കരുക്കാനതായും ആത്മാവെയും ആവിയെയും കണുക്കളെയും ஊனையும் பிரிக்கத்தக்கதாக உருவ குத்துகிறதாயும் இருதயத்தின் நினைவுகளையும் யோசனைகளையும் வகை அறுக்கிறதாயும் இருக்கிறது. அவருடைய பார்வைக்கு மறைவான சிருஷ்டி ஒன்றுமில்லை. சகலமும் அவருடைய கண்களுக்கு முன்பாக நிர்வாணமாயும் வெளியரங்கവുമായും இருக்கிறது. അവരുക്കേ നാം കണക്ക് ഒപ്പുവയ്ക്ക വേണ്ടും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. മതി, അടുത്ത വാക്യം പിന്നെ നമുക്ക് വായിക്കാം. നമ്മള് എബ്രായ ലേഖനത്തിൽ നിന്ന് വായിച്ച വേദഭാഗം, എബ്രായ ലേഖനത്തെ പറ്റി പറയുമ്പോൾ പലസ്തീനിലുള്ളതായ യഹൂദ ക്രിസ്ത്യാനികൾ, യഹൂദ മതത്തിലുള്ളവർ യേശു ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തിലേക്ക് അവർ മാറുവാനിടയായി. അങ്ങനെ കുറെ പേർ അങ്ങനെ മാറിയപ്പോൾ യഹൂദന്മാരാലും റോമ സാമ്രാജ്യത്താലും പലവിധ പീഡനങ്ങൾ യഹൂദ ക്രിസ്ത്യാനികൾക്കെതിരെ അവരനുഭവിക്കേണ്ടതായിട്ട് വന്നു. പലവിധ ഉപദ്രവങ്ങൾ സഹിച്ചതുകൊണ്ട് അവർ പലരും വീണ്ടും പഴയ മതത്തിലേക്ക് പോകാനിടയായി. ഈ പോകുന്നവരെ വീണ്ടും മടക്കിക്കൊണ്ടുവരാൻ അവരെ ധൈര്യപ്പെടുത്തുന്നതാണ് ഈ തിരുവചനത്തിൽ പ്രത്യേകാൽ അതിന്റെ ഉദ്ദേശം. ഇത്രയും കാര്യങ്ങൾ நிருபம் எதற்காக யாருக்காக எழுதப்பட்டது என்று சொல்லி
அங்கே நாம் பார்க்கிறோம். ஆமென், ஸ்தோத்திரம், அல்லேலூயா. இயேசுவை ஏற்றுக்கொண்ட யூதர்கள் பின்வாங்கி போகிற அந்த நிலைமையிலே அப்போஸ்தலனாகிய பவுல் அங்கே ஸ்தோத்திரம் அவர்களை மறுபடியும் திருப்பி ஆமென் ஸ்தோத்திரம் அல்ல கொண்டு வருகிறதை குறித்து அங்கே சொல்லப்படுகிறது. അവരോട് ഈ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, வேதவாக்கியம் இப்படியாய் சொல்கிறது, നിങ്ങൾ മടങ്ങി പോകേണ്ട ആവശ്യമില്ല. நீங்கள் திரும்பி போக கூடாது. നിങ്ങൾ അറിഞ്ഞ ക്രിസ്തു മതത്തിലാണെങ്കിൽ, ஆமென், நீங்கள் அறிந்த இயேசு கிறிஸ்துவை, ആമേൻ, യഹൂദ മതത്തെക്കാൾ ശക്തിയുള്ള ശ്രേഷ്ഠനാണ് ക്രിസ്തു യേശു. ஆமென் ஸ்தோத்திரம், நீங்கள் யூத மதத்தை விடவும் இயேசு கிறிஸ்து ஆமென் ஸ்தோத்திரம் மிகவும் வல்லமை உள்ளவர் என்று சொல்லி சொல்லப்படுகிறது. ആരാധനയേക്കാൾ അല്ലെങ്കിൽ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു. ஆமென் ஸ்தோத்திரம், தூதர்களை விட ஆமென் ஸ்தோத்திரம் அல்லேலூயா பாரம்பரிய எல்லா காரியத்தை விடவும் இயேசு ஆமென் ஸ்தோத்திரம் ஆராதனைக்கு தகுதி உள்ளவர் என்று சொல்லுகிறார். മോശയേക്കാൾ ശ്രേഷ്ഠനാണ് ஆமென் ക്രിസ്തു. ஸ்தோத்திரம், மோசேயை விடவும் ஆமென் ஸ்தோத்திரம் அல்லேலூயா வல்லமை உள்ளவர் என்று சொல்லுகிறார். അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം. ஆசாரிய ஊழியம் ஸ்தோத்திரம் ஆரோனுடைய ஆசாரியத்தை விடவும் அவர் தேவன் இயேசு பிரதான ஆசாரியர் என்று சொல்லப்படுகிறது. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെക്കാൾ ശ്രേഷ്ഠമാണ് യേശു ക്രിസ്തു. ஆமென் ஸ்தோத்திரம், நியாய பிரமாணத்தை விடவும் மேன்மை உள்ளவர் என்று ஆமென் സ്തോത്രം യേശുവെ കുറിച്ച് ആമി சொல்கிறார். എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിന്റെ എല്ലാം സാരം എന്ത് നിങ്ങൾക്ക് യഹൂദ മതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നോ അതിനേക്കാൾ ശ്രേഷ്ഠനായവനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. சுருக்கமாக அங்கு சொல்லும் பொழுது சோதரர் யூதா மார்க்கத்தை விடவும் அதிகமான மேன்மையானவரையே நீங்கள் இப்பொழுது பார்த்திருக்கிறீர்கள் என்று சொல்லி எழுதப்படுகிறது. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, சோதரர், என்னை கவனிக்கிற தேவனுடைய பிள்ளைகளோடு பேசுகிறேன். കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തോന്നിയാലും അതിനെ എല്ലാം ശ്രേഷ്ഠമായി മടക്കി തരുന്ന ഒരു ദൈവ സന്നിധിയിലാണ് നാം ഓരോരുത്തരും വന്നിരിക്കുന്നത്. அவன் கழிந்த நாளுகளிலே எந்தெந்த காரியங்கள் நமக்காக ஸ்தோத்திரம் நஷ்டப்பட்டு போயிட்டதோ அவைகள் எல்லாம் திருப்பி தரும்படியாக அவன் ஸ்தோத்திரம் தருகிறவருடைய முன்பதாக நாம் வந்திருக்கிறோம். ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കൊരു ശ്രേഷ്ഠ ദൈവമുണ്ട്? எத்தனை பேர் நம்புகிறீர்கள் எனக்கு அவன் ஸ்தோத்திரம் நம்பிக்கையான ஒருவர் உண்டு என்று? എന്റെ വിഷയത്തിന്റെ നടുവിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. அவன் என்னுடைய காரியத்தை நிவர்த்தி செய்கிற ஒரு தேவன் உண்டு என்று நம்ப வேண்டும். ആ വിശ്വാസമുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. நம்புகிறவர்கள் கர்த்தரை ஸ்தோத்திரிப்போம். പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ வேத வசனத்தை நாம் தியானிக்கும் போது ദൈവത്തിന്റെ വചനം கர்த்தருடைய வசனம் ജീവനും ചൈതന്യമുള്ളതായി, அப்ப ജീവൻ உள்ளதாகவும் அவன் ஸ்தோத்திரம் வல்லமை உள்ளதாகவும். അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യമുണ്ട്, നാം കേൾക്കുന്ന ദൈവ വചനത്തിന് ജീവനുണ്ട്. ஆமென். நாம் இன்று ஸ்தோத்திரம் தேவனுடைய பிள்ளைகளே கேட்கிற வார்த்தைகளில் ஆமென் ஸ்தோத்திரம் வசனத்திலே ஜீவன் இருக்கிறது. മനുഷ്യ ഹൃദയത്തിന്റെ ആന്തരിക തലത്തിലേക്ക് ഈ ഇറങ്ങി ചെല്ലുന്നതാണ് ഈ തിരുവചന സത്യം. ஆமென். மனுஷனுடைய இதயத்துக்கு உள்ளாக ஆமென் கடந்து செல்லுகிறது கர்த்தருடைய வசனம். ഈ വചനം മനുഷ്യന്റെ ഹൃദയത്തിൽ ചെന്നു കഴിഞ്ഞാൽ ஆமென் ஸ்தோத்திரம், இந்த வசனம் மனுஷனுடைய இதயத்துக்குள் செல்லும் பொழுது മനുഷ്യന്റെ ആഗ്രഹം, അവന്റെ ഇച്ഛ, അവന്റെ താല്പര്യം, അവന്റെ ലക്ഷ്യം എന്താണെന്ന് വിവേചിക്കുന്നതാണ് ഈ തിരുവചന സത്യം. ஆமென் ஸ்தோத்திரம், இந்த வசனம் இதயத்துக்குள்ளே போகும் பொழுது அவருடைய மன விருப்பத்தை அறிந்து கிரியை நடப்பிக்கிறது கர்த்தருடைய வசனம். അതിനെ ബോധ്യമാക്കി തീർക്കാൻ തക്കവണ്ണം ദൈവ വചനം ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുന്നതാണ്. ஆமென் ஸ்தோத்திரம், அது நீ நம்பக்கூடிய தக்கதாக விசுவாசிக்க கூடிய தக்கதாக கர்த்தருடைய வசனம் உள்ளே செல்லுகிறது. ദൈവ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ശക്തിയാണ് വ്യക്തികളിലേക്ക് വ്യാപരിക്കുന്നത്. கர்த்தருடைய வசனத்தை நீ கேட்டுக்கொண்டு இருக்கும் பொழுதே தேவ வல்லமை உனக்குள்ளே கிரியை செய்கிறது. അത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ക്രിയ ചെയ്യുമല്ലോ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? வசனத்தை நீ கேட்டுக்கொண்டு இருக்கும் பொழுதே உன்னுடைய வாழ்க்கையிலே கிரியை நடப்பித்துக் கொண்டிருக்கிறது. അവസ്ഥകൾ മാറ്റുന്ന ദൈവം ആ വചന ശക്തിയാണ് ഇന്ന് പകൽ വ്യാപരിക്കുന്നത്. അവൻ സൂழ்நிலைகளை മാറ്റി കൊടുക്കുന്ന മാറ്റി அமைக்கிறது കർത്തരുടെ വചനം. നിങ്ങൾക്കൊക്കെ അടയാള സഹിതം അറിയാമായിരിക്കും. ചിലര് പ്രാർത്ഥിച്ചോണ്ട് വരും, എന്റെ ദൈവമേ ഇന്ന് എന്നോട്
ഞങ്ങളോട് ഇങ്ങനെ ഇടപെടണമേ. ആമേ സ്തോത്രം. അനേകർ ആരാധനയ്ക്ക് വരും പൊழுது ஜெபித்து விட்டு வருவார்கள். இவ்வண்ணம் தேவரே என்னோடு நீங்கள் கிரியை நடப்பிக்க வேண்டும். അതുപോലെ സംഭവിക്കുന്ന അനുഭവങ്ങൾ അനേകരുടെ സാക്ഷ്യമായി ഞാൻ കേട്ടിട്ടുണ്ട്. அப்படி ஜெபித்து வருகிறவருடைய வாழ்க்கையிலே அது அப்படியே சம்பவிக்கிறது. അതെന്തുകൊണ്ട് സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ പഠിച്ചതല്ല, അത് പ്രവർത്തിച്ച ഉയരത്തിലെ പ്രവൃത്തിയാണ്. ஆமே ஸ்தோத்திரம். அது ஏன் கிரியை நடக்கிறது என்று சொன்னால் படித்ததல்ல, தேவ வல்லமையினாலே அது நடக்கிறது. അതുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിന്റെ ആഗമെന്താണെന്ന് വ്യക്തമായി അറിയുന്ന ഒരു സ്വർഗ്ഗം ഇവിടെ വന്നിട്ട് ஆமே ஸ்தோத்திரம். உன் இதயத்தை நன்றாய் அறிகிற ஒரு இயேசு நமது மத்தியிலே இருக்கிறார். ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള അവസ്ഥ എന്താണെന്ന് അറിയുന്ന ഒരു സ്വർഗ്ഗം വന്നിട്ടുണ്ട്. ഉன்னுடைய இதயத்தை நன்றாய் அறிகிற ஒரு பரலோகம் இந்த இடத்திலே வந்திருக்கிறது. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇരിക്കുന്നതും ഈ എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എല്ലാം അറിയുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. വേദം ചൊല്ലുகிறது നടക്കുന്നതും അറിയുന്ന ഒരു ദേവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ മുഴുവനായി അറിയുന്ന ഒരു സ്വർഗ്ഗമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. நமது வாழ்க்கையினுடைய ரகசியங்களை அறிகிறதான ஒரு தேவன் அவன் இந்த மத்தியிலே உண்டு என்று நாம் அறிந்து கொள்ள வேண்டும். സദൃശ്യവാക്യം നീതിമൊഴികൾ 15:11 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. അവൻ നീതിമൊഴികൾ 15:11 വാസിക്കപ്പെടുகிறது. പാതാളവും മരണവും കർത്താവിന്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. മനുപുത്രരുടെ ഹൃദയം അധിക പ്രത്യക്ഷമായി ഇരിക്കുമല്ലോ. Praise the Lord. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. പാതാളവും നരകവും ദേവനുடைய പാർവയിലേ ഇരിക്കുന്നത്. മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്ര അധികം. ആമേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ എത്രമാത്രം ഈ ദൈവം അറിയുന്നു. എന്റെ ദൈവത്തിന് പാതാളത്തെ പറ്റി ബോധ്യമുണ്ട്. ദേവനുക്ക് പാതാളത്തെ കുറിച്ച് ഒരു അറിവ്, നരകത്തെ പറ്റി അറിവുണ്ട്. നരകത്തെ കുറിച്ച് ഒരു അറിവ്. എങ്കിൽ ഇന്ന് രാവിലെ കരയുന്ന ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തിന്റെ വേദന ഒപ്പിയെടുക്കാൻ കരുത്തുള്ള ദൈവമാണ് നമ്മുടെ ദൈവമല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അഴുതുകൊണ്ടിരിക്കുന്ന വേദനകളെ മാറ്റുന്ന ഒരു ദേവനുണ്ട്. അതെങ്ങനെ സംഭവിക്കുമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, எப்படி நடக்கும் என்று யாராவது உங்களிடத்தில் கேட்டால், യോഹന്നാന്റെ സുവിശേഷം 1:14 ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ 1:14 சொல்லப்படுகிறது, വചനം ജഡമായി, വാർത്തയാനது മാംസമാകിട്ട്, കൃപയിനാലും സത്യത്തിനാലും നിറഞ്ഞവരായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സത്യവും നിറഞ്ഞവരാക நமது மத்திய இடையிலே வந்து தங்கினார். വചനം ജഡമായി തീർന്നു. ഇന്ന് പകൽ ദൈവവചനത്തെ എല്ലാവരും ശ്രദ്ധിക്കും, മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വായിച്ചത് സ്തോത്രം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാ. കർത്തരുടെ വചനം സ്തോത്രം ജീവനും വല്ലമയും ഉള്ളതായി ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ വായിച്ചു പോയത്. அப்படி நாம் வாசிக்கும் போது, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ജീവൻ തരാൻ പറ്റുമെന്ന് യോഹന്നാനിൽ നമ്മൾ വായിച്ചു. വചനം ജഡമായി. அப்படியானால் அது எப்படி ஜீவன் ஆகும் என்று நாம் சிந்திக்கும் பொழுது யோவான் சொல்லுகிறார் 1:14 வார்த்தை മാംസമാകിയിട്ട് என்று. കൃപയും സത്യവും നിറഞ്ഞവനായി. ആ വചനം ജഡമായിട്ട്, വചനം ജഡമായെന്ന് പറയുമ്പോ ആരെ പറ്റിയാ പറയുന്നത്? യേശുവിനെ പറ്റിയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വായിക്കുന്ന വചനം വായിക്കുന്ന ദൈവ പൈതലേ, നീ യേശുവിനെയാണ് വായിക്കുന്നത്. பிள்ளைகளை கர்த்தருடைய வசனத்தை தியானிக்கும் போது மாம்சமான இயேசுவை குறித்து நாம் வாசிக்கிறோம். Praise the Lord. Hallelujah. ആ യേശു കൃപയും സത്യവും നിറഞ്ഞവനായി അകന്നു പോയെന്നല്ല, ഇരിക്കുന്ന 2-3 പേര് ഇരിക്കുന്നവരുടെ നടുവില് ആ യേശു വന്നെന്നല്ലേ പറയുന്നേ. യേശുവിന്റെ
Praise the Lord. Hallelujah. അങ്ങനാണെങ്കിൽ നമ്മുടെ ഇടയിൽ എന്റെ കർത്താവ് വരുന്നു എന്നല്ലേ വചനം പറയുന്നേ. ആമേൻ സ്തോത്രം. நமது மத்தியிலே தேவன் வருகிறார் என்று வேதம் சொல்கிறது. അങ്ങനെയാണെങ്കിൽ ഈ സ്തോത്രം ശിഷ്യന്മാര് പറയുന്ന അടുത്ത ഭാഗത്തൊന്ന് വായിച്ച വാക്യം, അവന്റെ തേജസ് ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആമേൻ. ആമേൻ സ്തോത്രം. അവര് കള്ളം പറഞ്ഞില്ല, അവര് പോയി ചൊല്ലില്ല. അവർ പോയി ആമേൻ സ്തോത്രം. അവര് കണ്ടു എന്തവ് വചനത്തിന്റെ തേജസ്. ആമേൻ സ്തോത്രം. അവர்கள் பார்த்தார்கள் ஆமென் கர்த்தருடைய வசனத்தினுடைய வல்லமையை. Praise the Lord. மகிமையை பார்த்தார்கள். ആ മഹിമ അവര് കണ്ടു. ആമേൻ മഹിமையை അവர்கள் ഇന്ന് പകൽ பார்த்தார்கள். വചനം കേൾക്കുമ്പോൾ മഹിമ കാണാൻ പറ്റുന്നുണ്ടോ? ആമേൻ സ്തോത്രം. കർത്തരുடைய വചനം Praise the Lord. വാസിക്കുമ്പോൾ தேவனுடைய மகிமையை அனுபவிக்கிறோமோ? ആ മഹിമ കാണാൻ കഴിയുന്നവർക്കായി സ്തോത്രം. ആമേൻ സ്തോത്രം. മഹിமையை பார்க்கிறவர்களுக்காக നന്ദി செலுத்துகிறோம். അതിന് മറ്റൊരു ഭാഷ പറയുന്ന സാന്നിധ്യമല്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ പ്രസന്നം സാന്നിധ്യം എന്ന് സ്തോത്രം. ചൊല്ലുന്നത്. അവനെ ആരാധിക്കുന്നവർ അവന്റെ മുഖം കാണുമെന്ന് എഴുതിയിരിക്കുമ്പോൾ ஆராதிக்கிறவர்கள் தேவனுடைய முகத்தை தரிசிப்பார்கள் என்று சொல்லப்படுகிறது. ആമേൻ. ആമേൻ. ഇന്ന് ഹല്ലേലൂയ. പകൽ നിന്റെ തകർച്ച മാറ്റുന്ന ദൈവമാണ്. ആമേൻ സ്തോത്രം. ഉன்னுடைய വേദനകളെയും ആമേൻ സ്തോത്രം മാറ്റുகிற தேவன் அவர். തേജസ് കാണിക്കത്തക്കവണ്ണം ഇറങ്ങി വരുന്നവനാ ആമേൻ. നമ്മുടെ ദൈവം. மகிமையை ஸ்தோத்திரம் ஹல்லேலூயா வெளிப்படுத்தி வருகிறவர் நம் தேவன் அவர். എത്ര പേര് ഈ വചനത്തെ മുറുകെ പിടിക്കും? எத்தனை பேர் நம்புவீர்கள்? വചനത്തിന്റെ ശക്തി മനസ്സിലാക്കും. தேவனுடைய வல்லமை வசனத்துடைய வல்லமை அறிந்து கொள்ள வேண்டும். ഈ യോഹന്നാൻ 6:63 വായിക്കുന്നത് പറഞ്ഞു, யோவான் எழுதின சுவிசேஷம் 6:63 நாம் വാസിക്കുമ്പോൾ ആത്മാവും ജീവനുമാകുന്നു എന്ന അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നു. ஆமென். அது ஆவியும் வல்லமையும் என்று சொல்லி அங்கே கடைசியாக எழுதப்படுகிறது. അപ്പോൾ ജീവന്റെ വചനം அப்படியானால் ஜீவனுடைய வார்த்தை ആത്മാവും ജീവനുമാണ്. ஆமென் ஆவியும் ஆமென் ஸ்தோத்திரம் வல்லமையுமாய் இருக்கிறது. അപ്പൊ ഇത് പിള്ളേർ ഇവിടെ വാക്യങ്ങൾ പറയും, അവരെന്തോ പറയുന്നത് അവർക്ക് തന്നെ അറിയാത്തത് ചില കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും. എന്നാൽ ഇന്ന് പകൽക്കാലം അതിനെ അകത്ത് കയറ്റിയാൽ ആത്മാവും ജീവനുമായി പുറത്തു വരുമെന്ന വചനം പറയുന്നത്. பிள்ளைகள் இந்த வசனத்தை இந்த இடத்துல சொல்லும் பொழுது நாமத்தில். பிள்ளைகள் அறியாதபடி சொன்னாலும் அவர் அறிக்கும் பொழுது ஸ்தோத்திரம் அந்த வல்லமை ஜெப ஸ்தோத்திரம் கர்த்தருடைய வசனம் ஜீவனாயும் வல்லமையுமாக வெளிப்படும். എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി? ஆமென் ஸ்தோத்திரம். எத்தனை பேர் நம்புகிறீர்கள் கர்த்தருடைய അത് வசனத்துடைய வல்லமை? ജീവനും ചൈതന്യവും വരുത്തുന്നതാ. ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. அது ஜீவனும் வல்லமை உள்ளதுமாய் இருக்கிறது. ആരെങ്കിലും വേദനയോടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളെ ചൈതന്യപ്പെടുത്തുന്ന ഒരു സ്വർഗ്ഗം ഇവിടെ വന്നിട്ടുണ്ട്. ஆமென் ஸ்தோத்திரம். யாராவது வேதனையோடு இந்த இடத்தில் இருப்பீர்களானால் உங்களை ஸ்தோத்திரம் ஹல்லேலூயா சௌந்தரியப்படுத்துகிற ஆமென் தேவன் இந்த இடத்துல வந்திருக்கிறார். 6:63 നമ്മൾ വായിച്ചു, ആത്മാവ് ജീവനും വരുത്തുന്നതാ. ஆமென் ஸ்தோத்திரம். 63 வாக்கியத்திலே நாம் வாசித்தோம். ആത്മാവ് ജീവനുമായിക്കയതാ. ஆமென் ஸ்தோத்திரம். ஆவியும் அது ஜீவனுமாய் இருக்கிறது. പ്രൈസ് 68 വായിക്കുന്നു, 68 வாசிக்கும்போது അത് നിത്യജീവൻ തരുന്നതാ. ஆமென் ஸ்தோத்திரம். வசனம் அது ஜீவனை தருகிறது, நித்திய ஜீவனை தருகிறது. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ തിരുവചനം അകത്ത് പ്രവേശിച്ചാൽ നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ஆமென் ஸ்தோத்திரம். இந்த வசனமானது உன் இதயத்துக்குள்ளே கடந்து செல்லும் பொழுது உன்னை தோൽപ്പിக்க யாராலும் முடியாது. ആത്മശക്തി പ്രാപിച്ചവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. தேவனுடைய வல்லமை பெற்றுக்கொண்டவர்களுக்காக ஸ்தோத்திரிக்கிறேன். നമുക്ക് ബലത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ஆமென். வல்லமையோடு நாம் கர்த்தரை ஸ்துதிப்போம். ശക്തിയോടെ നമുക്ക് ദൈവത്തെ பலத்தோடு സ്തുതിക്കണം. கர்த்தரை ஸ்தோத்திரிப்போம். ഹല്ലേലൂയ. ആരാധിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ വല്ലതും കഴിക്കണ്ടായോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുവചനം ആവർത്തനം 8 സ്തോത്രം 3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ஆமென். கர்த்தருடைய ஆமென் இந்த இடத்திலே இருந்து உபாகமம். ஆகாரம் சாப்பிட வேண்டும் என்று யாராவது விரும்பி அப்படி சிந்தித்து கொண்டிருக்கிறவர்களே, உபாகமம் புஸ்தகம் 8ஆம் அதிகாரம் 3 വാക്യം 3வது வசனத்தை வாசிக்க கேட்போம். യേശു പറയുന്നു, அவர் உன்னை சிறுமைப்படுத்தி உன்னை பசியினால் வருத்தி மனுஷன் அப்பத்தினால் மாத்திரமல்ல கர்த்தருடைய வாயிலிருந்து புறப்படுகிற ஒவ்வொரு வார்த்தையினாலும் பிழைப்பான் என்பதை உனக்கு உணர்த்தும்படிக்கும் நீ உன் பிதாக்களும் அறியாதிருந்த മന്നാവിനാൽ ഉന്നെ പോഷിത്താർ. ആമേൻ. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഒരു നിമിഷം. അപ്പൊ എന്താ പറഞ്ഞത്? ഇത് ആരാ ചെയ്യുന്നേ? ഇത് ആര് ചെയ്യുகிறார்கள்? ആമേൻ.
ചില പ്രതികൂലങ്ങളും ചില പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ആമി കർത്താവ് അങ്ങോട്ട് അലവ് ചെയ്യുക, ആമി സ്തോത്രം അതങ്ങോട്ട് പെർമിഷൻ തരിക, അല്പം ഒന്ന് അനുഭവിച്ചോട്ടെ. നമ്മുടെ வாழ்க்கையிலே ചില ശോധനകളും വേദനകളും വരും പൊழுது தேவன் அதை അനുവദിக்கிறார். ഞാൻ എപ്പോഴും ഓർക്കും ആമി അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ ആമി വസ്ത്രം മാറ്റി അടിച്ചു, ആമി ഉപദ്രവിച്ചു, ഇഷ്ടം പോലെ വേദന അനുഭവിക്കുമ്പോഴും ആമി കണ്ടോണ്ടിരുന്ന ഒരു സ്വർഗമാ നമ്മുടെ സ്വർഗം കേട്ടോ. ആമേൻ സ്തോത്രം. അപ്പോസ്തലനായ പൗലേ അവനെ കൈകാലുകളെ കട്ടി ചിറച്ചാലയിലെ ഇട്ടിരിക്കും പൊழுதும் ആമേൻ സ്തോത്രം മലയിലെ എല്ലാവற்றையும் பார்த்து കൊണ്ടിരുന്നവർ ഒരു ദേവൻ. ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക, കർത്താവ് അനങ്ങിയില്ല. ഇതെല്ലാം പാർത്തുകൊണ്ടേ ദേവൻ പേശാമൽ ഇരുന്നാർ. മറ്റൊരിടത്ത് നമ്മൾ വായിക്കുന്നു ആമി അടിച്ച അവസാനം മരിച്ചെന്ന് തോന്നിയിട്ട് ഇട്ടേച്ചു പോയ സംഭവം നമുക്കറിയാം. പൗലയെ അടിத்து കല്ലെറിந்து അവൻ ചെത്തുപോനാൻ എന്ന് ചൊല്ലി അങ്ങേ പോട്ടുവിട്ട് പാളയத்துக்கு வெளியிலே போட்டு விட்டார். ആ സമയത്തും കർത്താവ് അനങ്ങിയില്ല. அந்த நேரத்திலும் கூட தேவன் ஸ்தோத்திரம் அல்லேலூயா மௌனமாய் இருந்தார். ചില താഴ്ത്തുന്ന അനുഭവങ്ങളിൽ കൂടി കർത്താവ് പറഞ്ഞു நமது வாழ்க்கையிலே சில தாழ்ந்த അനുഭവങ്ങൾ അവ സിറുമൈപ്പെടുகிற അനുഭവങ്ങൾ ദേവൻ അനുവദിக்கிறார். ചില കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി വിട്ടെന്ന് വരും. അവ സ്തോത്രം ചില മരണ ഇരുളിൽ കൂടി നാം നടക്ക വേണ്ടിയത് വരും. ചില രോഗാവസ്ഥയിൽ കൂടി കടത്തി വിട്ടെന്ന് വരും. അവ ചില സ്തോത്രം വ്യാധികളിൽ കൂടി നാം കടന്നു പോക വേണ്ടിയത് വരും. കുടുംബത്തിന്റെ സന്തോഷം എടുത്തു കളയത്തക്കവണ്ണം പിശാച് പ്രവർത്തിക്കാൻ ഒരുപക്ഷെ അല്പം ചില അവസരം കൊടുത്തെന്ന് വരും. അവ സ്തോത്രം കുടുംബ வாழ்க்கையிலே ചില സന്തോഷങ്ങൾ അവ സ്തോത്രം ഹല്ലേലൂയ തള്ളി പോടുகிறதுக்கு പിശാചുக்கு അനുമതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് എന്നേക്കുമില്ല. തള്ളിക്കളയാത്തവന് ഒരു ബോധ്യമുണ്ട്, ഇവൻ വിശ്വസിക്കണം, ഇവൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവ വചനം കൊണ്ട് ജീവിക്കുമല്ല. என்றும் ஸ்தோத்திரம் தேவன் அப்படி செய்கிறவர் அல்ல. மனுஷன் அப்பத்தினால் மாத்திரமல்ல என் வார்த்தையினாலும் பிழைப்பான் என்று அவன் அறியும்படி அதை செய்கிறார். ഇന്ന് രാവിലെ സമയം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവൻ എത്ര പേർ നമ്പുகிறீர்கள்? ഹല്ലേലൂയ. എന്റെ താഴ്ചയിൽ എന്നെ ഓർക്കുന്ന ഒരുവൻ, ആമേൻ സ്തോത്രം. നമ്മുടെ സിറുമയിൽ നമ്മെ ഉയർത്തുகிறவர், ചിന്തിക്കുന്നവർ, എന്റെ കഷ്ടതയിൽ എന്നെ സഹായിക്കുന്ന ഒരുവൻ, നമ്മുടെ വേദനകളിൽ ദേവൻ നമുക്ക് ഉദവി ചെയ്യുகிறவர். ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഞാൻ ഇത്ര ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്ത് എനിക്കൊരു അനുഗ്രഹം വരാത്തത്. നാം ചിന്തിக்கலாம் ഒരുവേളை நான் ജപിக்கிறേനെ ഉപാസിக்கிறേനെ ഒരു വിടുതലയും എനിക്ക് ഇല്ലയേ എന്ന് ചൊല്ലി. എനിക്ക് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്, ഞാൻ എന്തെല്ലാം ചെയ്യാൻ തോന്നിയിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടും എന്ത് എനിക്കൊരു വിടുതലില്ലാത്തത്. நான் காணிக்கை கொடுக்கிறேனே எல்லாம் செய்கிறேனே அப்படி இருந்து எனக்கு என் வாழ்க்கையில ஒரு விடுதலை இல்லையே என்று சொல்லி ഇന്ന് പകൽ വചനം മനസ്സിലാക്കുന്ന ദൈവമൈതൽ വിശ്വസിക്കുക. ആമേൻ സ്തോത്രം. വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുക. ഉപാഗമം 8:3 പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ആമേൻ സ്തോത്രം. ഉപാഗമം 8:3 ചൊല്ലുகிறது മനുഷ്യൻ അപ്പത്തിനാൽ മാത്രമല്ല വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അവൻ കർത്തരുടെ വായിൽ നിന്ന് പുറപ്പെടുகிற എല്ലാ വാർത്തയിനാലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീ ജീവിക്കാൻ முடியும். മനസ്സിലാക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആമേൻ സ്തോത്രം. അറിയുന്നതാണ് ദേവന്റെ പിള്ളകളെ പാർത്ത് ചൊല്ലുகிறேன். 31-ാം തീയതി രാത്രിയിൽ നിങ്ങൾക്കൊരു വാഗ്ദത്ത വചനം തന്നെങ്കിൽ ആ വചനത്തെ മുറുകെ പിടിക്കണം. ഇതെന്റെ ഈ വർഷത്തെ അനുഗ്രഹത്തിന്റെ താക്കോല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വാഗ്ദത്ത വചനം 31-ാം തീയതി ആമേൻ സ്തോത്രം தேவன் உங்களுக்கு தந்தாரானால் அந்த வசனத்தை நாம் உண்மையாக விசுவாசிக்க வேண்டும். இது என்னுடைய வாழ்க்கை என்று. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ വചനത്തെ വിശ്വസിക്കാൻ വേണ്ടിയാ ചില പ്രതികൂലം നമ്മൾ നേരിടുന്നത്. കർത്തരുടെ വചനത്തെ നാം നമ്പുവதற்காகவே അവ ചില പ്രശ്നങ്ങൾ வாழ்க்கையிலே கடந்து വരുന്നത്. പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥന വേണ്ടെന്ന് വെക്കുന്ന ചിന്ത വരും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരും പൊழுது ആരാധന വേണ്ടാം, ജപം വേണ്ടാം എന്ന് എണ്ണുவோம். എന്നാൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരുവാനാണ് പിശാചും ആഗ്രഹിക്കുന്നെന്ന് അറിയാതെ പോകരുത്. ആമേൻ. அப்படிப்பட்ட எண்ணத்தை கொண்டு வருகிறது பிசாசானவன் என்று சொல்லி അറിയാமல் இருக்க கூடாது. ഇവിടെ ആരുടെ മനസ്സിൽ വന്ന വചനങ്ങളല്ല വാഗ്ദത്തങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടിയത്. ആമേൻ സ്തോത്രം. இந்த இடத்திலே இருக்கிற உங்கள் இருதயத்திலே எது இருக்கிறதோ அதை தான் வாഗ്ദത്തமாக
தேவன் உங்களுக்கு ഇത് தந்திருக்கிறார். ദൈവ വചനമാണ്. இது கர்த்தருடைய வசனம். ഇത് ദൈവ ശബ്ദമാണ്. இது தேவனுடைய வார்த்தை. ഇത് ദൈവമാണ്. இதுதான் தேவன். ഇത് നിന്നെ മാനിക്കാതെ വിടത്തില്ല. இது உன்னை கனப்படுத்தும். ഇത് നിന്നെ സഹായിക്കാതെ വിടത്തില്ല. உன்னை உதவி செய்யும். ഉറപ്പുള്ള ദൈവജനം ദൈവത്തെ സ്തുതിക്കാം. தைரியமாய் இருக்கிறவர்கள் தேவனை துதியுங்கள். ഇന്നൊരു ബലം വ്യാപരിക്കട്ടെ. വല്ലമൈ വെളിപ്പെടുവதாக. ഇന്നൊരു ശക്തി വ്യാപരിക്കട്ടെ. വല്ലമൈ വെളിപ്പെടட்டும். നിങ്ങൾ നേടിയ വാഗ്ദത്തങ്ങളെ സ്വീകരിക്കാം. நீங்கள் கைக்கொண்டிருக்கிறதான வாഗ്ദത്ത வார்த்தைகளை கைக்கொள்வீர்களாக. എത്ര പേര് ദുഃഖത്തിന്റെ വചനം കേട്ടു? எத்தனை பேர் வேதனையான வார்த்தைகளை கேட்டீர்கள்? എത്ര പേര് വേദനയുടെ വാഗ്ദത്തം കിട്ടി? எத்தனை பேருக்கு வேதனையான வார்த்தைகள் கிடைத்தது? ആർക്കും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നന്മയ്ക്കായിട്ടാ. அப்படி ஒரு வார்த்தை கிடைத்தால் அது உன் வாழ்க்கையிலே நன்மையாக்கி தீர்க்கும். Praise the Lord. Hallelujah. Praise the Lord. Hallelujah. സാധാരണ രോഗക്കിടക്കയിൽ മരിക്കുമെന്ന് ചിന്തിക്കാതിരുന്ന സമയത്ത് കിടക്കയിലെ മരിപ്പേൻ എന്ന് എണ്ണുകിற നേരങ്ങളിൽ അങ്ങനെ ഒരു മരിക്കാൻ സാധ്യത ഇല്ലാത്തപ്പോൾ ദൈവാത്മാവ് പറയുന്നു ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകാൻ അവരോട് പറയണമെന്ന്. അവൻ കിടക്കയിൽ മരിക്ക വേണ്ടിയ തരുണത്തിൽ ഇരിക്കും പൊழுது ഒരു മനം തിരുമ്പുതலை ആണ്ടവർ വിരുമ്പുகிறார். എന്നാൽ ഏറ്റെടുത്താൽ അത് ഗുണമാ. அதை കൈക്കൊണ്ടാൽ അത് ആശീർവാദം. അതിനെ തള്ളിക്കളഞ്ഞാൽ അത് വീണ്ടും പോകും കയ്യിൽ. அதை நாம் നിസ്സാരമായി തള്ളിനാൽ പ്രയോജനമറ്റു പോയിവിടും. Praise the Lord. Hallelujah. എന്റെ അനുഭവങ്ങളിൽ അടുത്ത സമയങ്ങളിലും ഞാൻ ചില കാര്യങ്ങൾ അറിയുന്ന സത്യം ചിലരെ ബോധിപ്പിച്ചപ്പോൾ പിണങ്ങുകയാ ചെയ്തത്. ഞാൻ അറിഞ്ഞതാன ചില കാര്യങ്ങളെ കുറിച്ച് നബറുകളോട് ഞാൻ പേശുമ്പൊழுது എന്നെ വിരോധിக்கிறவர்களாய் കാണപ്പെടുகிறார்கள். വചനത്തെ ഏറ്റെടുത്താൽ അത് നന്മയാണ്. ഞാൻ ചൊല്ലുகிற വാർത്തയെ അവർ കൈക്കൊണ്ടാൽ അത് ആശീർവാദം. നമ്മൾ ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ നാശത്തിനല്ല മക്കളെ, അതൊരു അനുഗ്രഹത്തിനാണ്. നാം കേൾക്കുന്നതാன വാർത്തകൾ നമ്മളെ വേദനപ്പെടുത്തുവதற்കല്ല, അവൻ ആശീർവാദത്തിற்காகவே. Praise the Lord. Hallelujah. അങ്ങനെയാണെങ്കിൽ നമ്മെ മാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മെ കനപ്പെടുത്തുന്ന ഒരു ദേവനുണ്ട്. ആവർത്തനം നമ്മൾ വായിച്ച വേദഭാഗം വീണ്ടും 3-ാം വാക്യം വായിക്കാം. അവർ ഉന്നെ സിറുമൈപ്പെടുത്തി ഉന്നെ പസിയിനാൽ വരുത്തി മനുഷ്യൻ അപ്പത്തിനാൽ മാത്രമല്ല കർത്തருடைய வாயிலிருந்து புறப்படுகிற ஒவ்வொரு வார்த்தையினாலும் பிழைப்பான் என்பதை உனக்கு உணர்த்தும்படிக்கு நீயும் உன் பிதாக்களும் அறியாதிருந்த മന്നാവിനാൽ ഉന്നെ പോഷിത്താർ. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്. കണ്ടോ, നിന്നെ ഗ്രഹിപ്പിക്കാൻ അറിഞ്ഞുകൊള്ളുമ്പടി ഈ പകൽ മനസ്സിലാക്കണം മക്കളെ. ജീവിതത്തിലത്തെ ക്ലേശങ്ങൾ പിശാച് എപ്പോഴും നമ്മുടെ സന്തോഷത്തിന് വരത്തില്ല. வாழ்க்கையிலே நமது சந்தோஷத்திற்காக பிசாசு வருவதில்லை, സമാധാനത്തിന് വരത്തില്ല. അവൻ സമാധാനം കൊണ്ടുവരുവതുമില്ല. ആശ്വാസം തരാൻ കർത്താവാ വരുന്നത്. അവൻ ആറുതൽ തരുവதற்கு ദേവൻ വരുகிறாർ. അപ്പോൾ കർത്താവുമായിട്ടുള്ള ആ കണക്ഷൻ വിച്ഛേദിക്കുന്നതല്ല ആത്മീയ മുന്നേറ്റം. അവൻ കർത്തരുடைய സ്തോത്രം, കർത്തരെ വിട്ട് പിരിഞ്ഞു പോകുന്നതല്ല ആവിക്കുரிய வாழ்க்கை. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദേവനോട് ചേർന്ന് വര வேண்டும். ദൈവത്തോട് അടുത്ത് ചെല്ലുക. ദേവനോട് ചേർന്ന് വര வேண்டும். വേദനയുണ്ടോ, ദൈവത്തോട് അടുത്ത് വരിക. വേദന வாழ்க்கையிலே വേദന വരുമ്പോൾ ദേവനോട് ചേർന്ന് വാ. പ്രാർത്ഥിച്ചാൽ അടുത്ത് വാ. സ്തോത്രം, ജപത്തോട് ചേർന്ന് വാ. ദൈവവചനത്തിൽ ഇതുപോലെ കഷ്ടതയും വേദനകളും അനുഭവിച്ച ഒരു മനുഷ്യനില്ല. അത്രത്തോളം സഹിച്ച ആളാണ് യോബ്. സ്തോത്രം, വേദത്തെ നാം വാസിക്കും പൊழுது യോബുവെ പോലെ കഷ്ടം അനുഭവിച്ച ഒരുവരും இந்த ഭൂമിയിലേ ഇല്ല. അവസാനം ആ മനുഷ്യൻ പ്രതികൂലത്തിൽ എല്ലാവരും അദ്ദേഹത്തെ റിജക്ട് ചെയ്തപ്പോഴും യോബുവെ എല്ലാവരും കൈവിട്ട പൊழுதுം ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ വിളിച്ചു പറഞ്ഞു, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. യോബ് ചൊല്ലുகிறார், എന്നെ കാണുന്ന ഒരു ദേവനുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, കാണുന്ന ദേവനുണ്ട് എന്ന് ചൊല്ലി എന്റെ വേദന ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്, വേദനകളെ അറിയുന്നവർ ഒരുവരുണ്ട്. അവൻ എന്നെ കൊന്നാലും അവരെന്നെ കൊന്നുപോട്ടാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവരിൽ മേൽ നമ്പിക്കയായിരിപ്പേൻ. എത്ര പേരൊന്നും വിശ്വാസത്തോടെ പറയും, നമ്പിക്ക ഇരിക്കുന്നത് എന്റെ പ്രശ്നങ്ങളിൽ ഞാൻ എന്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കും. അവരുടെ പ്രശ്നങ്ങളിൽ ഞാൻ യേശുവോട് ചേർന്നിരിപ്പേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഞാൻ എന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ഈ
വിട്ട് ചോടുകയല്ല, ദൈവത്തോട് അടുത്തു വരും. ஆமென். என் வாழ்க்கையில் வருகிற பிரச்சனையிலே இயேசுவை விட்டு தூரமாய் போக மாட்டேன், சேர்ந்து வருவேன் என்று சொல்லி ആദ്യം 10 മിനിറ്റ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പ്രശ്നം വരുമ്പോൾ ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിക്കും. ஆமென். 10 நிமிஷம் ஜெபிக்கிற நான் என்னுடைய வாழ்க்கையிலே பிரச்சனைகள் வரும் பொழுது அரை மணிக்கூர் நேரம் நான் ஜெபிப்பேன். Praise the Lord. ஹalleluya. അത് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ஆமென். யாரும் நமக்கு சொல்லி தர வேண்டிய தேவையில்லை. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ അങ്ങനെ ചെയ്തു തുടങ്ങണം. ஆமென். நீ தேவனுடைய பிள்ளையானால் அப்படியே நீ அதை ஸ்தோத்திரம் ஹalleluya செய்ய வேண்டும். ആമി കുരങ്ങുണ്ടല്ലോ, കുരങ്ങ മരത്തിന്റെ അടുത്ത് കൊണ്ട് നിർത്തുമ്പോൾ ആമി അതിനെ കുരങ്ങിനെ മരം കയറ്റാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ஆமென். குரங்கை பார்த்து மரத்தினுடைய பக்கத்திலே வந்து ஏறு என்று சொல்ல வேண்டிய தேவையில்லை. അതിനെ ആരും പഠിപ്പിക്കണ്ട. யாரும் சொல்லி கொடுக்க வேண்டிய தேவையில்லை. ആമേൻ. ஆமென். ஹalleluya. ഒരു സിംഹമോ പുലിയോ ആമി ആഹാരത്തിനു വേണ്ടി ചെറിയ മൃഗങ്ങൾ പോകുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കണമെന്ന് പറഞ്ഞ് ആരും ഫോഴ്സ് ചെയ്യണ്ട. ஆமென். ஒரு சிங்கத்தோடு ஆமென் உன் ஆகாரத்துக்காக நீ ஓடி போய் பிடி என்று சொல்ல வேண்டிய தேவையில்லை. അതിന് ജന്മന ഒരു സ്വഭാവമുണ്ട്. ஆமென். ஸ்தோத்திரம். அதனுடைய வாழ்க்கையிலே தேவன் அப்படிப்பட்ட காரியத்தை ആ கொடுத்திருக்கிறார். കുരങ്ങ് കേറുന്നത് ജന്മന അതിനൊരു സ്വഭാവം ഉള്ളത് കൊണ്ടാ. ஆமென். ஸ்தோத்திரம். அப்படிப்பட்ட ஒரு சுபாவம் குரங்குக்கு இருக்கிறபடியாலே மரத்திலே ஏறிவிடும். യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവർ സ്തോത്രം പറയാനും ആരാധിക്കാനും പറയണ്ട. അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കണം. ஆமென். ரட்சிக்கப்பட்ட ஓ, தேவனுடைய நிக்கலமா. பிள்ளையே, நீ தேவனை துதிக்கவும் ஆராதிக்கவும் ஜெபிக்கவும் சொல்லி தர வேண்டிய தேவையில்லை. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. நம் விசுவாசிக்கிறவர்களுக்காக ஸ்தோத்திரம் செலுத்துகிறோம். പ്രശ്നങ്ങളുടെ നടുവിൽ സ്തോത്രം പറയുന്നവർക്കായി സ്തോത്രം. பிரச்சனைகள் மத்தியிலே தேவனை துதிக்கிறவர்களுக்காக ஸ்தோத்திரம் ഹല്ലേലൂയ പറയുന്നവർക്കായി സ്തോത്രം. அல்லேலூயா சொல்லுகிறவர்களுக்காக நன்றி ബലത്തോടെ സ്തുതിക്കുന്നവർക്കായി സ്തോത്രം. ஆமென். ஸ்தோத்திரம். வல்லமையாக தேவனை துதிக்கிறவர்களுக்காக രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് സ്തോത്രം പറയുന്നവർക്കായി സ്തോത്രം. ஆமென். இரவு வேளையிலே எழும்பி துதிக்கிறவர்களுக்காக ஸ்தோத்தரிக்கிறோம். Praise the Lord. ஹalleluya. ഇതെല്ലാം നന്മയുടെ വശങ്ങളാ. ஆமென். ஸ்தோத்திரம். இவையெல்லாம் நமக்கு நன்மையாக முடியும். ഈ ദിവസങ്ങളിൽ റിസൾട്ട് വെളിപ്പെടും. ஆமென். இந்த நாட்களிலே அது வெளிப்பட்டு வரும். റിസൾട്ട് വെളിപ്പെടുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ஆமென். ஸ்தோத்திரம். ஹalleluya. எத்தனை பேர் நம்புகிறீர்கள்? Praise the Lord. ஹalleluya. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ஆமென். துதிக்க வேண்டும் தேவனை. ക്യാൻസറോ ട്യൂമറോ എന്തുമായി കൊള്ളട്ടെ, என்ன வியாதிகள் வந்தாலும் ആമേൻ, ദൈവസന്നിധി സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. தேவனை ஸ்தோத்திரம் கர்த்தருடைய சமூகத்திலே துதித்து மகிமைப்படுத்த வேண்டும். അതൊരു നന്മയായി തീരും. ஆமென். அது உன் வாழ்க்கையிலே அது ஆசீர்வாதம் நன்மையும் അത് അനുഗ്രഹമായി തീരും. ஒரு ஆசீர்வாதமாய் இருக்கும். എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങളുടെ വേദനകളുടെ ചേർത്ത് ഹല്ലേലൂയ പറഞ്ഞണം. ஆமென். ஸ்தோத்திரமுடைய பிரச்சனைகளை சேர்த்து தேவனை துதிக்க வேண்டும். Praise the Lord. ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക ലേഖനം 1:15 ഇങ്ങനെ പറയുന്നത്. 1 തെസ്സലോനിക്കർ 1:15 சொல்லப்படுகிறது. ആമേൻ. 1:5 വായിച്ചേ. 5-ാം വചനത്തിൽ സുവിശേഷം ആ ഉங்களிடத்தில் വസനത്തോട് മാത്രമല്ല വല്ലമയോടും பரிசுத்த ஆவியோடும் முழு நிச்சயத்தோடும் வந்தது. Praise the Lord. நாங்களும் உங்களுக்குள்ள இருந்தபோது മതി, അത് മതി. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ആമേൻ. ഈ സുവിശേഷം, ഈ വചനം, ஆமென். ஸ்தோத்திரம். இந்த வார்த்தையானது ആമേൻ, വചനമായി മാത്രമല്ല வெறும் வார்த்தையாக வரவில்லை, ശക്തിയോടും പരിശുദ്ധാത്മാവോടും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തുണ്ട് കുഞ്ഞുങ്ങളെ? ശക്തിയുണ്ട്. ശക്തിയുണ്ട്. ஆமென். ஸ்தோத்திரம். தேவனுடைய வல்லமை வசனத்தில் இருக்கிறது. ഇത് പറയും തോറും ശക്തി കൂടുന്നതാ. ஆமென். ஸ்தோத்திரம். கர்த்தருடைய வசனத்தை பேச பேச வல்லமை வந்து கொண்டிருக்கிறது. മതിമറക്കുന്നതാ. ஆமென். ஸ்தோத்திரம். எல்லாவற்றையும் நாம் மறந்து விடுகிறோம். ഇരിക്കുന്നിടം മറക്കുന്നതാ. இருக்கிற இடத்தை மறந்து விடுகிறோம். ചില സന്ദർഭങ്ങളിൽ ആരാധിക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. ஆமென். இப்படி ஸ்தோத்திரம் தேவனை ஆராதிக்கும் பொழுது உயர்ந்து உயர்ந்து போகிற காரியங்கள் அனுபவங்கள் உண்டு. ഇത് ശക്തിയുടെ വചനമാ. அது தேவனுடைய வல்லமையினுடைய கிரியை. ഹല്ലേലൂയ പറയാൻ ഉറക്കെ. ஹல்லேலூயா. ഇത് ശക്തിയുടെ വചനമാ. ஆமென். ஸ்தோத்திரம். வல்லமையின் வார்த்தைகள். എന്റെ സങ്കടം മാറ്റുന്ന പ്രാർത്ഥനയാകണം. ஆமென். நமக்கு இருதயத்தில் இருக்கிறதான வேதனைகளை മാറ്റുகிற ഇത് വാർത്തകൾ. ശക്തിയും പിന്നെ പരിശുദ്ധാത്മാവോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആ, ആയിരുന്നു. ബഹുനിശ്ചയം എന്ന് പറഞ്ഞാൽ കൈവിടത്തില്ലെന്ന് എന്റെ അപ്പൻ എന്നോട് പറഞ്ഞാൽ കൈവിടത്തില്ല. ஆமென். ஸ்தோத்திரம். தேவன் ஒரு வார்த்தை சொன்னாரானால் அது கைவிடுகிற தேவனல்ல. ஹல்லேலூயா. ആമി, ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട്. ஆமென். கர்த்தருடைய வசனம் சொல்லுகிறது, உலகத்தின் முடிவு பரியந்தம் எல்லா நாளும் நான் உன்னோடு கூட இருப்பேன் என்று.
Praise the Lord. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേർ നമ്പുகிறீர்கள்? ആ ദൈവവചനം ശക്തിയുള്ളതാ. ആമേൻ സ്തോത്രം. കർത്തരുടെ വചനം വല്ലമേ ഉള്ളത്. ജീവന് ചൈതന്യമുള്ളതാ. ആമേൻ സ്തോത്രം. വല്ലമേ ജീവനും ഉള്ളതായി ഇരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യം മജ്ജകളെ വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മാംസ ശരീരത്തിനുடைய ഇരുதயங்களை തുളച്ചു ചൊല്ലുகிறது. ഇന്ന് പകൽ അത് ശ്രദ്ധിക്കുന്ന ദൈവജനത്തെ മാനിക്കുന്ന സ്വർഗ്ഗമാ വന്നിരിക്കുന്നത്. കവനിத்து കൊണ്ടിരിക്കുന്ന ദേവനുடைய പിള്ളേകളെ ഘനപ്പെടുത്തുகிற വാർത്തയായി இருக்கிறது. ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഫിലിപ്പിയർ നിർഭത്തെ വാസിക്കുമ്പോൾ 2:15 രണ്ടാം അധികാരം 15 വചനം. കോണലും മാറുപാടുமான സന്തതിயின் நடுவிலே குற்றமற்றவர்களும் கபடற்றவர்களும் தேவனுடைய மாசற்ற பிள்ளைகளாய் இருக்கும்படிக்கு எல்லாவற்றையும் മുറുമുറുപ്പില്ലാമലും തർക്കിപ്പില്ലാമലും ചെയ്യുங்கள். അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചു. അപ്പോൾ വചനം ഏത് വചനമാ? ജീവന്റെ വചനം. ഒന്നുറക്കെ പറയാമോ? ജീവന്റെ വചനം ആരുടെ ഇടയിലാണെന്നറിയാമോ? വക്രതയും കോട്ടവുമുള്ള കോണലും തലമുറയുടെ നടുവിൽ. ആമേൻ സ്തോത്രം. കോണലും മാറുപാടാന സന്തതികളുടെ നടുവിൽ അവരുടെ ഇടയിൽ എങ്ങനെ ചെയ്യണം? ആമേൻ. അവരുടെ ഇടയിൽ നാം ഇരിക്കുമ്പോൾ 15 നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജീവനുடைய വാർത്തകളെ കൈക്കൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. Praise the Lord. ജീവനുடைய വാർത്തകളെ കൈക്കൊണ്ട് ആമേൻ സ്തോത്രം ചുടർ വിടുகிறவர்களாയി കാണപ്പെட வேண்டும். Praise the Lord. ഹല്ലേലൂയ. ആമേൻ. തേജസ് പ്രാപിക്കണമെന്ന് ആമേൻ സ്തോത്രം. വല്ലമൈ പെറ്റുകൊള്ള வேண்டும். മഹിമയെ പെറ്റുകൊള്ള வேண்டும். ഞങ്ങളുടെ അടുത്തൊരു വീടുണ്ട്. ആമേൻ സ്തോത്രം. പക്കത്തിലെ ഒരു ആമേൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പറയാറുള്ളതാ. ആമേൻ. ഞാൻ ചൊല്ലുகிற കാര്യം 3 പിള്ളേരെ സ്കൂളിൽ വിട്ടതാ. ആമേൻ. 3 പിള്ളേകളെ വിട്ടാர்கள். 3 പിള്ളേരും തോറ്റോണ്ട് വന്നു. ആമേൻ. 3 പിള്ളേകളും തോറ്റു വിട്ടു. അടുത്ത വീടുകളിലെല്ലാം വലിയ സന്തോഷം. പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആമേൻ. പക്കത്തെ വീടുകളിലെല്ലാം മിகவும் സന്തോഷപ്പെട്ടാர்கள். പ്രാർത്ഥിക്കുന്ന ഈ വീട്ടിലെ 3 എണ്ണവും തോറ്റു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ജപിക്കുന്നതാണ് വീട്ടിലെ 3 പിള്ളേകളെ തോറ്റു. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുക. ഈ കുടുംബത്തിൽ എന്നും രാത്രി കുടുംബ പ്രാർത്ഥന ആ ദേശം കേൾക്കത്തക്കവണ്ണം കൈയടിച്ചു പാടും. ആമേൻ. ഇരവ് വേളകളിലെ കുടുംബ ജപം இந்த കുടുംബത്തിലെ നടക്കും. ആ പിള്ളേർ 3 പേരും തോറ്റുപോയെന്നും ആ ദേശത്തെ അടുത്തുള്ളവരെല്ലാം അറിഞ്ഞു. ആമേൻ. 3 പിള്ളേകളും തോറ്റു വിട്ടാர்கள் என்று உலகம் முழுவதும் அறிந்து விட்டார்கள். ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുക. ആമേൻ. ജനങ്ങൾ കവനിக்கிறார்கள். ഓ രാത്രിയിലും പതിവ് പോലെ അന്ന് അവരുടെ പ്രാർത്ഥനയുടെ അളവ് വർദ്ധിച്ചു. ആമേൻ സ്തോത്രം. അன்று സ്തോത്രം. പിള്ളേകൾ തോറ്റത് അன்று ആമേൻ இரவிலே தேவனை மகிமைப்படுத்தினார்கள். കുടുംബം ആത്മാവിൽ പാടാൻ ആരാധിച്ചു. ആമേൻ. ആവിയിൽ നിറഞ്ഞ് ദേവനെ ആമേൻ കളികൂർന്ന് പാടിனார்கள். ആൾക്കാരെല്ലാം തുറച്ചു നോക്കി ഇതെങ്ങനെ സംഭവിക്കുന്നു. ആമേൻ സ്തോത്രം. ജനങ്ങൾ பார்க்கிறார்கள் இவர்களுக்கு இது எப்படி நடக்கிறது. ഇവർക്ക് സന്തോഷം എവിടെ നിന്ന് കിട്ടുന്നു. ആമേൻ. അവர்கள் பார்க்கிறார்கள் இவர்களுக்கு இந்த சந்தோஷம் എங்கிருந்து വരുகிறது என்று. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമല്ല. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. സംഗീതക്കാരൻ சொல்லுகிறார் கர்த்தர் എക്കാലത്തിലും സ്തുതിപ്പേൻ. അവർ സ്തുതി അവൻ எப்போது என் வாயில் இருக்கும் என்று சொல்லி. Praise the Lord. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പിന്നത്തേതിലെ തലമുറകൾ യൂറോപ്പിലാ അവർ 3 പേരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. ആമേൻ. തോറ്റുപോയ പിള്ളകൾ പിற்காலങ്ങളിൽ പഠിத்து പല വിദേശ രാജ്യങ്ങളിൽ കടന്നു പോനാர்கள். ആരാധിക്കുന്ന ദൈവജനത്തെ പരാജയപ്പെടുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദേവനെ മഹിമപ്പെടുത്തുகிற ദേവனுடைய പിള്ളകളെ നീ തോറ്റു പോക അനുവദിക്കുന്നവരല്ല. പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അവൻ ജപിக்கிறவர்கள் ഉണ്ടോ? പുതിയ തീരുമാനത്തോടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? പുതിയ തീരുമാനമെടുത്ത് ജപിக்கிறவர்கள் இருக்கிறார்களா? ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ദേവനുക്ക് ഒരു സ്തോത്രമായ നിർണയമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേല് സ്തോത്രം. ദേവനുடைய சொந்த ஜனமாய் இருக்கிற இஸ்ரவேல் ஜனம். ആ ജനം മിസ്രൈമിൽ നിന്ന് ദൈവം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുക. അവൻ എഗിപ്தை വിട്ട് ഇസ്രായേൽ ജനങ്ങളെ പാലും തേനും ഒഴുകുന്ന ഇടത്തേക്ക് കൊണ്ടുവരുகிறார். ആ ലക്ഷ്യത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുമ്പോൾ அதுக்கு நேராக வரும் பொழுது അവർ ദൈവത്തിന്റെ വാക്കുകളെയും വചനത്തെയും അനുസരിക്കാതെ മാറ്റപ്പെടാനിടയായി. அவர்கள் தேவனுடைய வார்த்தைக்கு கீழ்ப்படியாதபடி அவர்கள் மாற்றப்படுகிறார்கள். അതുകൊണ്ട് ദൈവം ഒരു തീരുമാനമെടുത്തു. தேவன் அப்ப அந்த நேரத்தில் ஒரு தீர்மானம் எடுக்கிறார். എബ്രായ ലേഖനം 3:17 എബ്രായർ 3:17 അതിങ്ങനെ വായിക്കുന്നു. மேலும் அவர் 40 வருஷமாய் யாரை அரோசித்தார் பாவம் செய்தவர்கள் அல்லவா அவருடைய சவங்கள் வனாந்திரத்தில் விழுந்து போயிற்று. 40 വർഷം അവരോട് ക്രുദ്ധിച്ചു. പാപം ചെയ്തവരോടല്ലയോ? ആമേൻ. ഇന്ന് പകൽ ഒരു കാര്യം
ദൈവത്തിന് ലക്ഷ്യമുണ്ട് നിന്നെ ഉയരത്തിൽ എത്തിക്കാൻ. ആമേൻ സ്തോത്രം. ദേവനുക്ക് നമ്മേൽ ഒരു നമ്പിക്കയുണ്ട്. അവർ നമ്മെ ഉയരത്തിൽ ഉയർത്തുവதற்காக. മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കാനല്ല, തല ഉയർത്തി പിടിപ്പിക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മറ്റവർക്ക് മുൻപதாக നാം വെட்கப்பட்டு പോവதற்கല്ല നമ്മെ കനപ്പെടുത്തുகிற ഒരു ദേവനുണ്ട്. എന്നാൽ ചില നിമിഷങ്ങൾ പുറമോട്ട് ചിന്തിച്ച് നിരാശ വരുത്തി പുറമോട്ട് പോകുമ്പോൾ എന്റെ മക്കളെ ദൈവത്തിന്റെ ലക്ഷ്യം തെറ്റുകയാ. ആമേൻ. தேவனுடைய பிள்ளைகளே, சில காரியங்களை நாம் சிந்தித்து பிறகு பின்னோக்கி போகாதபடி கர்த்தருடைய ஸ்தோத்திரம் ஹல்லேலூயா எண்ணங்கள் மாறுகிறது. എത്ര പേര് മനസ്സിലാക്കുന്നു? எத்தனை பேர் அறிகிறீர்கள்? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട് നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. ആമേൻ സ്തോത്രം. ദേവനുക്ക് ഒരു എണ്ണമുണ്ട് നമ്മെ സ്തോത്രം ഹല്ലേലൂയ അழைത്തதற்கு ഒരു ഉദ്ദേശം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹം. ആമേൻ സ്തോത്രം. ദേവനുடைய ചിത്തം അവരുടെ திட்டத்தை நிறைவேற்ற வேண்டும் என்பது. ആ യാത്രാവേളകളിൽ മരുഭൂമി, വേദനകള്, ആഹാരത്തിന്റെ വിഷയം എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ വന്നു. വനാന്തര യാത്രയിലെ അവർക്ക് പസി പട്ടിണി പലവിധமான വേദനകൾ അവരുടെ வாழ்க்கையிலே കടന്നു വന്നത്. എന്നാൽ അവർ ചോദിച്ചതെല്ലാം ഇരട്ടിയായി കൊടുത്ത് ദൈവം അവരെ മാനിച്ചു. അവർ കേട്ടതെല്ലാവറ്റിற்கும் ഇരട്ടിഭാഗ കർത്തർ അവർക്ക് കൊടുത്താർ. എന്നും വിശ്വസിക്കാത്ത ഇത് കണ്ടിട്ടും വിശ്വസിക്കാത്തവര് പിന്നത്തിൽ സ്വർഗത്തിന്റെ കോപം അവരിലേക്ക് വന്നു. ദേവൻ നന്മ ചെയ്തിട്ടും നമ്പാമൽ ഇരുന്നവരെ ദേവന്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചത്. കർത്താവ് അവരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്ന ഭാഗമാ വായിച്ചത്. വീണ്ടും 17 വായിക്കാം. 40 ആണ്ട് അവരോട് ക്രുദ്ധിച്ചു. പാപം ചെയ്തവരോടല്ലയോ? പാപം ചെയ്തവരോടല്ലോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഹല്ലേലൂയ. ഓർക്കുക, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവരുടെ പിള്ളേകളെ ആമേൻ സ്തോത്രം വനാന്തരത്തിലെ അവர்கள் ആമേൻ സ്തോത്രം ഹല്ലേലൂയ മരിച്ചു പോനാர்கள். സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ എന്റെ കർത്താവ് വന്ന് വിളിച്ചു പറഞ്ഞു, ഇവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല. ഇവരെ പാർത്ത് ദേവൻ சொன்னார், എൻ ഇളപ്പാറുതലിൽ നിങ്ങൾ പ്രവേശിപ്പതില്ല എന്ന് ചൊല്ലി. ഒരു കാര്യം വാസ്തവമാണ്. ഒരു കാര്യത്തെ അറിയാൻ വേണ്ടി വെള്ളിയാഴ്ച ഇവിടെ വന്ന് സഭായത്തിന് ഇരുന്നു എന്നുള്ളത് സത്യമാണ്. വെള്ളിക്കിഴമ இந்த இடத்திலே வந்து ആരാധനയ്ക്ക് ഇരുന്നു എന്നത് ഉണ്മ. കൈയടിച്ചപ്പോൾ പാട്ട് പാടിയപ്പോൾ കൈയടിച്ചു എന്നുള്ളത് സത്യമാണ്. പാട്ട് പാടും പൊழுது നാം കരങ്ങളെ അടിത്തോം എന്നത് ഉണ്മ. എന്നാൽ വേദനയുടെ നടുവിൽ ദൈവത്തോട് അടുക്കാതെ പോയാൽ, ദൈവക്രോധം വന്നാൽ ഈ വന്നവർക്ക് വൃഥാവായി മാറും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഉൻ வாழ்க்கையிலே വേദന വരും பொழுது നീ ദേവനെ വിട്ടു ദൂരമായി പോകാതെപടി ദേവനോട് ചേർന്ന് വന്നാൽ അത് ആശീർവാദമായിരിക്കും. കർത്താവിന്റെ സമയമാകുമ്പോഴാണ് പിശാചു പലതും നമ്മുടെ മനസ്സിൽ മന്ത്രിക്കുന്നത്. ആമേൻ സ്തോത്രം. കർത്തരുടെ കർത്തർ ക്രിയ ചെയ്യാൻ നിனைக்கும் பொழுது പിശാചാനവൻ നമ്മുടെ ഹൃദയത്തിലെ ഇപ്പടിപ്പെട്ട കാര്യങ്ങളെ കൊണ്ടുവരുகிறார். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, ആമേൻ സ്തോത്രം, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. എബ്രായർ 4:2 വാസിക്ക് കേൾപ്പം. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരെങ്കിലും കേട്ടവരാകുന്നു എങ്കിലും അത് വിശ്വാസമായി പരിണമിക്കാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ടവர்கள் നന്മയാക്കി അത് കൈക്കൊള്ളാതപടിയാലേ അവർക്ക് അത് வாழ்க்கையிலே അത് പ്രയോജനപ്പെടവില്ല. ഇന്ന് പകൽക്കാലം സഹോദര സഹോദരി, നിനക്കിത് പ്രയോജനമായി വരാനാ. ഉൻ வாழ்க்கையிலே ഉൻ வாழ்க்கைக்கு അത് പ്രയോജനമായി കാണപ്പെട வேண்டும். എത്ര പേര് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു? എത്ര പേർ തിരുമ്പി മനം തിരുമ്പി ഹല്ലേലൂയ. ജീവന്റെ വചനം, കർത്തരുടെ വചനം, ദൈവത്തിന്റെ വചനം, ദേവനുடைய വാർത്ത ഒന്നിച്ച് നിങ്ങൾക്കൊന്ന് പറയാമോ? ചേർത്ത് ചൊല്ലുവാം. ദേവനുடைய വാർത്ത. എബ്രായ ലേഖനം 4:12. എബ്രായർ 4:12 ചൊല്ലുക. ഒന്നുകൂടെ ഉറക്കെ പറയാമോ? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ആത്മാവിനെയും സത്യമനുഷ്യങ്ങളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നത് ഉദ്ദേശത്തോടെയാണെന്ന് നമ്മൾ ആരും അറിയുന്നില്ലെങ്കിലും
നമ്മളെ അറിയുന്ന ഒരു വചനമുണ്ട്. ஆமென் ஸ்தோத்திரம். இந்த இடத்திலே நாம் வந்து இருக்கும் பொழுது என்ன சிந்தனையோடு இருக்கிறோம் Praise என்பதை the Lord. குறித்து அறிகிற ஒரு தேவன் Praise உண்டு. the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവന് പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിനും പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിയുമില്ല. ഒരു സൃഷ്ടിയുമില്ല. அவருடைய வார்த்தைக்கு സകലവും അവന്റെ കണ്ണിന് അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ஆமென் ஸ்தோத்திரம். கர்த்தருடைய അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആമേൻ. கர்த்தருடைய வார்த்தைக்கு மறைவானது ஒன்றுமில்லை தேவனுடைய பிள்ளைகளே. ആമേൻ. സകലം അവരുടെ കണ്ണുകൾക്ക് മുൻപാകെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? எத்தனை பேர் நம்புகிறீர்கள்? മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. கர்த்தருடைய கண்களுக்கு மறைவானது ஒன்றுமில்லை. ആര് കാണാതെ ഹൃദയം വേദനിച്ച് ஆமென் ஸ்தோத்திரம். யாரும் அறியாதபடி நீ வேதனைப்படுகிறாயோ? നീര് തുടച്ചോണ്ടിരിക്കുമ്പോൾ ஆமென் ஸ்தோத்திரம். நீ கண்ணீர் துடைக்கும் பொழுது, മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുമ്പോഴും ஆமென் மற்றவர்களுக்கு முன்பதாக நீ சிரித்துக் கொண்டிருக்கிறாயே. അടിത്തട്ടിലെ വേദനകൾ അറിയുന്ന ഒരു ദൈവം, ஆமென் உன் இருதயத்தினுடைய வேதனைகளை அறிகிற ஒரு தேவன். അവനും മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ஆமென் அவருக்கு மறைவானது ஒன்றுமே இல்லை. ഉറപ്പുണ്ടോ? ஆமென் உனக்கு நம்பிக்கை ഇന്ന് இருக்கிறதா? പകൽ ദൈവം എന്നെ വിടുവിക്കും. ஆமென் ஸ்தோத்திரம். நம்புகிறாயோ? இன்று தேவன் எனக்கு விடுதலை தருவார். എന്റെ കുടുംബത്തിൽ ഒരു വ്യത്യാസം വെളിപ്പെടും. என் குடும்பத்திலே, என் வாழ்க்கையிலே ஒரு வித்தியாசத்தை தேவன் എന്റെ தருவார். തകർച്ചയ്ക്ക് ഒരു മാറ്റം സംഭവിക്കും. ஆமென். என்னுடைய தாழ்மைக்கு ஸ்தோத்திரம். என்னுடைய ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. என்னுடைய வாழ்க்கைக்கு ஒரு வித்தியாசம் உண்டாகும். പറയാൻ കഴിയുന്നവർ എത്ര പേർ ഉറക്കെ ദൈവത്തെ സ്തുതിക്കും? எத்தனை பேர் ஸ்தோத்திரம். ஹல்லேலூயா. இதனை நம்புகிறவர்கள் எத்தனை பேர் தேவனை துதிப்பீர்கள்? ഇന്ന് ആ പ്രാർത്ഥനയ്ക്ക് വന്നത് അനുഗ്രഹമാ. ஆமென். நான் ஜெபத்துக்கு வந்தது ஒரு ஆசீர்வாதம். ആരും അറിയാത്തതിന്റെ വേദനയെ ഒപ്പിയെടുക്കുന്ന ഒരു സ്വർഗം ഇവിടെ വന്നിട്ടുണ്ട്. ஆமென். யாரும் அறியாத நம் இருதய வேதனைகளை மாற்றுகிற ஒரு தேவன் உண்டு. ഹല്ലേലൂയ. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ. ஆமென் സ്തോത്രം. നമ്മെ അറിகிற ഒരു എത്ര കാണുന്ന പേർ தேவன். ദൈവത്തെ സ്തുതിക്കും? எத்தனை பேர் தேவனை എത്ര துதிப்பீர்கள்? പേർ ദൈവത്തെ വാഴ്ത്തും? எத்தனை பேர் தேவனை துதிப்பீர்கள்? പരാജയം പൊട്ടട്ടെ. ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. கரங்கள் அடித்து கர்த்தரை ஸ்தோத்திரிப்போம். പരാജയം പൊട്ടി മാറട്ടെ. ஆமென். நம்முடைய தோல்விகள் எல்லாம் ஆமென் ஸ்தோத்திரம் நிர்மூலமாகட்டும். നമ്മുടെ തോൽവി തകർന്നു പോകട്ടെ. ஆமென். தோல்விகள் எல்லாம் நிர்மூலமாகட்டும். ഇതൊരു വിജയത്തിന്റെ ദിവസമാകട്ടെ. ஆமென். ஒரு ஜெய நாளாய் தீரட்டும். ഇതൊരു ആനന്ദത്തിന്റെ സമയമാകട്ടെ. ஆமென். ஒரு சந்தோஷ நாளாய் தீரட்டும். നിന്റെ കഷ്ട നഷ്ടങ്ങൾക്ക് ഒരു അറുതി വരട്ടെ. ஆமென் ஸ்தோத்திரம். உன்னுடைய நஷ்டங்களுக்கெல்லாம் ஒரு வித்தியாசத்தை உண்டாகட்டும். ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. எத்தனை பேர் ஆமென் நம்புகிறவர்கள் தேவனை துதியுங்கள். ലംഘനം ക്ഷമിച്ചും ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ, ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. பாவம் മറച്ചു കിട്ടിയ മനുഷ്യൻ மன்னிக்கப்படுகிற மனுஷன் ഭാഗ്യവാൻ. ஆமென். ஆசீர்வதிக்கப்படுகிறவர். Praise the Lord. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വർഗം നമുക്കായി വലിയവ ചെയ്യട്ടെ. ஆமென். கர்த்தர் நமக்காக பெரிய காரியங்களை ആമേൻ. செய்வார். ஹல்லேலூயா. എത്ര പേര് വിശ്വസിക്കുന്നു? അവന് മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല. ஆமென். தேவனுக்கு மறைவானது ஒன்றுமில்லை. രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരൊഴിക്കുന്ന സഹോദരി സഹോദര, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ஆமென். இரவு வேளையிலே நீ கண்ணீர் வடிக்கிறாயோ? உன்னை காண்கிற ஒரு தேவன் உண்டு. എത്ര പേര് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കും? எத்தனை பேர் நம்பி தேவனை துதிப்பீர்கள்? യേശുവിന്റെ നാമത്തിൽ ஹல்லேலூயா. നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ദൈവം நம்ம இருதயத்தினுடைய சிந்தனைகளை அறிகிறவர். പ്രവർത്തിക്കട്ടെ. ஆமென் ஸ்தோத்திரம். அவர் கிரியை செய்யட்டும். പ്രവർത്തിക്കട്ടെ. அவர் கிரியை செய்யட்டும். നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവം. நம்ம இருதயத்தை நன்றாய் அறிகிறவர் அவர். ഞാനൊരു ഉദാഹരണം വേണേ പറയാം. ஒரு உதாரணம் சொல்லுகிறேன். ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്, கர்த்தருடைய வேதத்திலே I வாசிக்கிறோம். mean, ആ കാലഘട്ടത്തിൽ ഒത്തിരി ആൾക്കാർ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ஆமென். அந்த நாட்களிலே அநேகம் ஜனங்கள் இருந்தார்கள் பூமியிலே. ആ കാലത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ஆமென். அந்த காலத்திலே அநேகர் பூமியில் வாழ்ந்தார்கள். അവരുടെ ഹൃദയത്തെ ദൈവം ഒന്ന് പരിശോധിച്ചു. அவருடைய இருதயத்தை தேவன் சோதனை செய்தார். ആദ്യാഗമം 6-5 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ஆதியாகமம் 6:5 வாசிக்கும்போது ഉൽപ്പത്തി 6:5 ഇങ്ങനെ വായിക്കുന്നു. മനുഷ്യന്റെ അക്രമം ആ. ഭൂമിയിലെ പെരുകിനതെന്നും ആ. അവൻ ഇരുദയത്ത് നിனைவுகளின் തോറ്റമെല്ലാം ആ. നിത്യമും പൊല്ലാതതേ എന്നും കർത്തർ കണ്ട് മതി. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും ആ. അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ആ. എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്നും ആ. യഹോവ കണ്ടു. കണ്ടോ? ഒരു ലോകത്തെ മുഴുവനും കർത്താവ് നോക്കി കണ്ടേച്ചു പറയാ. ஆமென். அவருடைய இருதயத்தினுடைய சிந்தனைகள் எல்லாம் வீணானது என்று உலகத்தை பார்த்து தேவன் சொல்லுகிறார். അല്ലെങ്കിൽ അവന്റെ ഹൃദയ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും அவருடைய ஸ்தோத்திர இருதயத்தினுடைய எண்ணங்கள் எல்லாம் ദോഷമുള്ളതാണ്. ஆமென். ஸ்தோத்திரம். மோசமானவைகள் என்று சொல்லி Praise the Lord.
ആമീൻ. ഒന്നിച്ചിരിക്കുമ്പോൾ ആരെയും അറിയത്തില്ലെന്ന് തോന്നിയാലും ആമേൻ സ്തോത്രം. മുഴുവൻ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. நாம் ஒருவருக்கொருவர் நம்மை ஸ்தோத்திரம் அறியாமல் இருந்தாலும் நம்மை முற்றிலும் அறிகிற தேவன் உண்டு. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഭാഗങ്ങളൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ കർത്താവ് ആമീൻ അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനുடைய എണ്ണങ്ങളെ അറിந்த தேவன் அவர்களை நிர்மூலமாக்கும்படி எண்ணினார். അവിശ്വാസമുള്ള തലമുറയെ കർത്താവിന് ഇഷ്ടമല്ല. ആമേൻ സ്തോത്രം. അവിശ്വാസ ചിന്തனை உள்ளவர்களை தேவன் விரும்பவில்லை. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്റെ കുടുംബം രക്ഷപ്പെടും എന്ന് ആമേൻ. പറയാം. என்னுடைய കുടുംബം ആമേൻ வாழ்க்கை എന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും ആമേൻ പറയാമോ? ആശീർവദിക്കപ്പെടും. എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. என்னுடைய பிள்ளைகள் ஆசீர்வதிக்கப்படுவார்கள். ആൾക്കാർ ചോദിക്കുക എവിടെ അനുഗ്രഹിക്കപ്പെട്ടു? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ജനങ്ങൾ കേൾപ്പാர்கள் എங்கே ആശീർവാദം. എന്നാൽ വിളിച്ചു വിശ്വാസത്തോടെ പറ, നിങ്ങൾ കാണാത്തതൊന്നും ഞാൻ കാണുന്നുണ്ട്. ആമേൻ സ്തോത്രം. നம்பிக்கையோடு பேசு. ആമേൻ. നീ അറിയാത്തதை ഞാൻ பேசுகிறேன் என்று. നീ കാണാത്തത് എനിക്ക് കാണാം. ആമേൻ. നീ பார்க்காததை நான் பார்க்கிறேன் என்று சொல்லி. ആമീൻ സഹോദരാ, നീ കാണാത്തത് എനിക്ക് കാണാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഉന്നിടത്തിൽ കേൾக்கிறവൻ കാണാത്തதை നീ കാണ முடியும். എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. എൻ പിള്ളകൾ ആശീർവദിക്കപ്പെടുവാர்கள். എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. என்னுடைய பிள்ளைகள் ஆசீர்வதிக்கப்படுவார்கள். എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. என்னுடைய குடும்பங்கள் ஆசீர்வதிக்கப்படும். യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ മഹത്വം. അവിശ്വാസം വിളിച്ചു പറയല്ലേ. ആമേൻ. അവിശ്വാസ വാർത്തകളെ பேசாதிருங்கள். രാത്രിയുടെ യാമങ്ങളിലും നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. இரவு வேளைகளிலும் நம்மை காண்கிற தேவன் உண்டு. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിശ്വാസമുള്ള തലമുറയെ എന്ന ദൈവം വിളിച്ചേക്കുന്നത്. നമുക്കിന്ന് പകൽ അവിശ്വാസം വേണ്ട, വിശ്വസിക്കാം. ആമേൻ സ്തോത്രം. കർത്തരുടെ സമുഖത്തിലെ അവിശ്വാസത്തോട് അല്ല, വിശ്വാസത്തോട് നമുക്ക് കാണപ്പെടും. ബലത്തോടെ നിൽക്കണം. ആമേൻ. വല്ലഭയോട് നാം കാണപ്പെടും. ഒരു വലിയ കൂട്ടത്തെ, பெரிய ஒரு கூட்டத்தை മുഴുവനും വെള്ളത്തിലാക്കിയിട്ട് ആമേൻ സ്തോത്രം. മുഴു ഉലകത്തെയും തണ്ണീരിലെ മുൾക മുഴുക്കി അവരെ കൊന്നിട്ടും ആമേൻ സ്തോത്രം അവர்கள் മരിച്ചു പോയും നീതിയോടെ ജീവിച്ച ഒരു കുടുംബത്തെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീതിയായി കർത്തർക്കൊண்டு வாழ்ந்த ஒருவனை കർത്താവ് സുരക്ഷിതമായി നടത്തിയെങ്കിൽ ആമേൻ സ്തോത്രം അവനെ പാതുകാത്ത് നടത്തിനാർ என்று പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ ജപിക്കുന്ന ദേവന്റെ പിള്ളകളെ, ഇടത്തും വലത്തുമുള്ളവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അവർ ചത്തുപോയാലും ആമി പ്രാർത്ഥിക്കുന്ന നിന്നെ കർത്താവ് കൈവെള്ളയിൽ സൂക്ഷിക്കും. ആമേൻ സ്തോത്രം. ഉനക്ക് ഉன்னுடைய ആമേൻ സ്തോത്രം വലതുപുறம் ഇടതുപുறம் இருக்கிறவர்கள் எப்படி சூழ்நிலையில் ஆனாலும் உன்னை பாதுகாக்கிற ஒரு தேவன் உண்டு. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവമാണ് ഇന്ന് പകലൂടെ വന്നിരിക്കുന്നത്. ആമേൻ. அந்த தேவன் நமது மத்தியிலே இருக்கிறார். ആ കർത്താവ് ഇന്ന് പകലൂടെ വന്നിട്ടുണ്ട്. அந்த தேவன் நமது மத்தியிலே இருக்கிறார். ആമി ദോഷം ചെയ്തവരെ നശിപ്പിക്കുമെങ്കിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഉനക്ക് സ്തോത്രം ഹല്ലേലൂയ പ്രതി பிரச்சனை உருவாக்கினவர்களை அவர்கள் நஷ்டப்படுத்தினாலும் പ്രാർത്ഥിക്കുന്നവരെ ദൈവം സൂക്ഷിക്കും. ആമേൻ സ്തോത്രം. ജപിക്കുന്ന ഉന്നെ ദേവൻ പാതുകാപ്പാൻ. നിങ്ങൾക്കറിയാമല്ലോ വാക്യങ്ങൾ അതെല്ലാം അറിയാം. എങ്കിലും യാത്രാഗമം പുറപ്പാട് പുസ്തകം 3:9 ഇങ്ങനെ പറയുന്നു. ആമേൻ സ്തോത്രം. യാത്രാഗമ പുസ്തകം 3-ാം അധികാരം 9-ാം വചനം சொல்லுகிறது. അത് ഇങ്ങനെ വായിക്കുന്നു. இப்பொழுதும் இஸ்ரவேல் புத்திரரின் கூக்குரல் என் சந்ததியில் வந்து எட்டினது. எகிப்தியர் அவர்களை ஒடுக்கிறதிலேயும் കണ്ടേൻ. ഞാൻ കണ്ടേ. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമിൽ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആകയാൽ വരിക. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ, കഷ്ടത അനുഭവിക്കുന്ന ജനം അവർ നിലവിളിച്ചപ്പോൾ സ്വർഗം പറയാ ഞാനത് കേട്ടു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കഷ്ടം അനുഭവിத்து കണ്ണീർ വടിത്തதான ജനത്തെ பார்த்து தேவன் சொல்லுகிறார் நான் அதை கண்டேன் என்று சொல்லி. ഹല്ലേലൂയ. ഞാൻ അവരുടെ ശബ്ദം നിലവിളി കേട്ടു. ആമേൻ. അവരുടെ കണ്ണുനീരെ കരച്ചിലെ ഞാൻ பார்த்தேன் என்று சொல்லி അവരെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആമേൻ. അവരെ രക്ഷിപ്പதற்காக പരലോകത്തിലിருந்து ഇറങ്ങി വന്നാർ അവർ. ദോഷമുള്ള ഹൃദയമുള്ള കൂട്ടത്തെ വെള്ളത്താൽ നശിപ്പിച്ചെങ്കിൽ കരയുന്ന കൂട്ടത്തെ
ജനത്തെ ദൈവം രക്ഷിക്കുക ചെയ്യുന്നത്. പാപത്തിൽ നിറഞ്ഞു വാഴ്ന്ന ജനങ്ങളെ തണ്ണീരിലെ മുൾകടിத்து விட்டாலும் அழுது தேவனை மகிமைப்படுத்துகிறவர்களை தேவன் பாதுகாத்தார். Praise the Lord. Hallelujah. Praise the Lord. Hallelujah. പകൽ നീതിയോടെ ജീവിക്കുന്നവന് രക്ഷയുണ്ടെന്നാണ് ആമി യെശയ്യാവ് പറയുന്നത്. நீதியாய் வாழ்கிறவர்களுக்கு ஒரு மீட்பு இருக்கிறது என்று சொல்லி ஆமென். ஏசாயா சொல்லுகிறார். നീതിയോടെ ജീവിച്ചാൽ രക്ഷയുണ്ട്. ஆமென். ஸ்தோத்திரம். நீதியாய் வாழ்கிறவருக்கு ஒரு ஆசீர்வாதம் உண்டு. ദുഷ്ടഹൃദയമാണെങ്കിൽ അവന് ദോഷം ഭവിക്കും. ஆமென். ஸ்தோத்திரம். ஹalleluya. பொல்லாத சிந்தனைகள் உள்ளவர்களுக்கு ஆமென். ஸ்தோத்திரம். ஹalleluya. வாழ்க்கை நாசமாய் போய்விடும். ഹല്ലേലൂയ. ஹalleluya. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സമയം നമുക്ക് ദൈവസന്നിധിയിലോട്ട് അടുത്ത് വരാം. கர்த்தருடைய சமூகத்திலே നമ്മை ഒപ്പ് കൊടുப்போம். 2 ദിനവൃത്താന്തം 16:9 ഇങ്ങനെ വായിക്കുന്നു. 2 നാളാകും 16:9 നാം വാസിക്കുമ്പോൾ യഹോവയുടെ കണ്ണ് ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവനെന്ന് കാണിക്കേണ്ടതിന് தம்மை பற்றி உத்தம இருதயத்தோடு இருக்கிறவர்களுக்கு தம்முடைய வல்லமை விளங்க பண்ணும்படி கர்த்தருடைய கண்கள் பூமி எங்கும் உலாவிக் கொண்டிருக்கிறது. അങ്ങനെയാണെങ്കിൽ தன்னை முழு ஸ்தோத்திரம் உத்தம இருதயத்தோடு நம்புகிறவர்களுக்கு அவர்களுக்கு உதவி செய்யும்படி தேவனுடைய கண்கள் உன்னை நோக்கி கொண்டே இருக்கிறது. സഹോദര സഹോദരി, ഇന്ന് പകൽ എന്റെ വാക്യം ഇവിടെ നിർത്തുമ്പോൾ സഹോദരനെ സഹോദരിയെ, நாங்கள் இந்த ஜெபத்தை இந்த பிரசங்கத்தை இந்த இடத்துல நிறுத்தும் போது കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. கர்த்தருடைய ஆமென் கர்த்தருக்கு தேவனுக்கு மறைவானது ஒன்றுமில்லை. കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. தேவனுக்கு மறைவானது ஒன்றுமில்லை. ഏത് ഭാരത്തോടെയാ, ஆமென் ஸ்தோத்திரம். இனி என்ன வேதனையாய் ഏത് இருந்தாலும் ഹൃദയവേദനയോടെയാ വന്നത്, என்ன வேதனையாய் காணப்பட்டாலும் ആ കർത്താവ് അതിനെ ഒപ്പിയെടുക്കുക. ஆமென் ஸ்தோத்திரம். அதை மாற்றுகிறவர் இயேசு. ഹല്ലേലൂയ. നോക്കിക്കൊണ്ടിരിക്കുക. அவன் உன்னை பார்த்து നിങ്ങളെ கொண்டிருக்கிறார். കർത്താവ് കാണുന്നുണ്ടെന്ന് உன்னை பார்த்து கொண்டே இருக்கிறார் என்று நம்பு. ഹല്ലേലൂയ. കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം, ஆமென் ஸ்தோத்திரம். நீ கண்ணீர் வடிக்கும் பொழுது மனது உருகிற ஒரு தேவன். ഹൃദയം നുറുങ്ങിയവർക്ക് நீ உன்னுடைய இருதயம் உடைக்கப்படும் பொழுது യഹോവ தேவன் ഉറക്കെ പറയാം, தேவன் சமீபமாய் வருகிறவர். മനസ്സ് തകർന്നവരെ ரட்சிக்கிற தெய்வம். மனம் உடைந்தவர்களை அவர் ரட்சிக்கிற தேவனாய் இருக்கிறார். രക്ഷിക്കുമോ മക്കളെ? ഇത് പോയി ചൊല്ലുന്ന പോയി കള്ളം പറയുന്നതല്ലല്ലോ. ஆமென். கர்த்தருடைய வசனம் இது பொய் பேசுமோ? ഇത് സത്യമല്ലേ? இது உண்மை அல்லவா? ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? என்ன ഹൃദയം சொல்றது? നുറുകിയവർക്ക്, യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ ரட்சிக்கிற രക്ഷിക്കുന്ന தேவன் ഒന്ന് அவர். നെഞ്ചത്ത് കൈവച്ചെന്ന് പറയാം. உன் இருதயத்திலே கை வைத்து சொல்லு. ഹല്ലേലൂയ. ഹൃദയം നുറുക്കം എന്റെ വിടുതലിന്റെ ആരംഭം. ஆமென் ஸ்தோத்திரம். என் இருதயத்தினுடைய வேதனைகளும் நொறுக்கலும் എന്റെ ഹൃദയവേദന, ஆசீர்வாதத்தை உண்டு பண்ணும். ഹല്ലേലൂയ, എന്റെ ഹൃദയവേദന என்னுடைய இருதயத்தினுடைய வேதனைகள் വിടുതലിന്റെ ആരംഭം. ஆமென் எனக்கு விடுதலையை கொண்டு வருகிறது. മനസ്സ് തകർന്നവരെ ஆமென் ஸ்தோத்திரம். இருதயம் உடைந்தவர்களை രക്ഷിക്കുന്ന ദൈവമാണ്. ஆமென் அவர்களை രക്ഷിக்கிற தேவனாய் ഈ இருக்கிறார். എളിയവർ നിലവിളിച്ചു, ஆமென் இந்த எளியவன் கூப்பிட்டான். ഈ യഹോവ കേട്ടു, கர்த்தர் கேட்டு സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ അവരെ அவருடைய വിടുവിച്ചു. எல்லா கஷ்டத்திலிருந்து ഇന്നൊരു വിടുതലാണ്, இன்று விடுவிக்கிறவர். ഇന്നൊരു അനുഗ്രഹമാണ്. ஆமென் ஒரு விடுதலை സഹോദര സഹോദരി, ഈ ദൂത് നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് ഈ ആവരിച്ചിറങ്ങട്ടെ. ஆமென் ஸ்தோத்திரம். சகோதரனே, இந்த ஆலோசனை உன்னுடைய இருதயத்திலும் குடும்பத்திலும் கிரியை செய்யட்டும். Praise the Lord. ஹalleluya. Praise the Lord. ഹല്ലേലൂയ. ബൈബിൾ നമ്മെ എങ്ങനെ പഠിപ്പിക്കുന്നത്? 136 സങ്കീർത്തനത്തിൽ ആമി 6ാമത്തെ വാക്യത്തിൽ 139ന്റെ ആമി സ്തോത്രം 16 ആമി ഞാൻ പിണ്ടാരകാരമായിരുന്നപ്പോൾ என் கருவை നീ എന്നെ കണ്ടു. ஆமென் ஸ்தோத்திரம். நான் பிண்டாகாரமாய் இருக்கும் பொழுது கருவை தேவன் கண்டார். ഹല്ലേലൂയ. ഒന്നുമില്ലാതിരുന്ന സമയം, ஆமென் ஸ்தோத்திரம். ஒன்றும் இல்லாமல் இருக்கும் நேரத்திலும் അവയെല്ലാം പുസ്തകത്തിൽ എഴുതി ஆமென் വെച്ചിരിക്കുന്നു. ஸ்தோத்திரம். எல்லாவற்றையும் உன்னை குறித்து தேவன் புஸ்தகத்திலே எழுதி வைத்திருக்கிறார். സഹോദര, നിന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. ஆமென் ஸ்தோத்திரம். சகோதரனே, உன்னை குறித்து സഹോദരി, தேவன் നിന്നെ எழுதி പറ്റി എഴുതിയിട്ടുണ്ട്. சகோதரி, உன்னை குறித்து எழுதி ഇന്ന് வைத்திருக்கிறார். പകൽ കുഞ്ഞുങ്ങളെ, നിങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. பிள்ளைகளே, உங்களை குறித்து தேவன் எழுதி മാതാവ്, வைத்திருக்கிறார். പിതാവ്, നിങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. மாதா பிதா உங்களை குறித்து அங்கே எழுதப்பட்டிருக்கிறது. അവിശ്വസിക്കണ്ട. ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. அவிசுவாச അവന് சிந்தனைகளை മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. அவருடைய பார்வைக்கு மறைவானது ஒன்றுமில்லை. കണ്ണുകളെ അടയ്ക്കാം. கண்களை மூடுவோம். ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ஆமென் ஸ்தோத்திரம். നമുക്ക് കண்களை മൂടി ജപിப்போம். ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം கர்த்தருடைய வசனம், ജീവനും ചൈതന്യമുള്ളതായി ஆமென். கர்த்தருடைய வார்த்தை ஜீவனும் ஸ்தோத்திரம். ஹல்லேலூயா. ഇരുവായി തലയുള്ള വാളാണ്. ஆமென் ஸ்தோத்திரம். இரண்டு இரு
இருபுறம் கருக்குள்ள பட்டயம். എന്നെ അറിയുന്ന വചനമാണ്. ആമേൻ സ്തോത്രം. அந்த வார்த்தை என்னை நன்றாய் அறிகிறது. എന്റെ ഭാരം എന്റെ അപ്പന്റെ കരങ്ങളിൽ വെക്കുന്നു. ആമേൻ സ്തോത്രം. என்னுடைய பாரங்களை வேதனைகளை എല്ലാവരും ഒന്ന് கர்த்தருடைய പ്രാർത്ഥിക്കുക. கரங்களிலே சமர்ப்பிக்கிறேன். പറ്റുന്നവരെല്ലാവരും ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കുക. எல்லாரும் സ്തോത്രം കൂടി ജപിப்போம். സഹോദര സഹോദരി, அன்பு சகோதரனே சகோதரியே, ഇതൊരു ആശ്വാസ വചനമാണ്. ஆமென் ஸ்தோத்திரம். மலையிலே சமாதானத்தின் வார்த்தைகள். ഇത് ബലത്തോടെ പോകാൻ തക്കവണ്ണം ஆமென் ஸ்தோத்திரம். மலையிலே நாம் ബലമയോടെ കർത്താവ് ബലത്തോടെ നമ്മെ പോകാൻ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ ആശീർവദിപ്പാർ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ജപിப்போம். ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ ഓ കൈവിടില്ലേ കർത്തനെന്നെ ഓ കൈവിടില്ലേ കർത്തനെന്നെ എല്ലാം തുടയ്ക്കോ സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. കൊടും കാറ്റും തീരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. കൊടും കാറ്റും തീരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. നേരമെന്റെ ചാരയുണ്ട്, നേരമെന്റെ ചാരയുണ്ട്. നാഥനെന്നും വല്ലഭനാ സാധുവിനെ കൈവിടാതെ ശക്തി കൈവിടാതെ ബലത്തോടെ നിൽക്കുവാൻ യേശുവിന്റെ നാമത്തിനിടയാകണം. പിതാവിന്റെ പ്രിയന്റെ പരിശുദ്ധമായ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലോ രോഗത്തിലോ ആപത്തിലോ രോഗത്തിൽ